That's all about me. Thank you. Next. Okay. ഞാൻ വർഗീസ്. ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ പള്ളിയിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെയാ വീട്. കണ്ടിട്ട് മൂപ്പ് കുറച്ചുണ്ടല്ലോ വർഗീസേ. ഉണ്ട് സാർ. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നാള് കുറച്ചായി. തോട്ടത്തിലെ പണിയും റബ്ബറിന്റെ കണക്കും അത്യാവശ്യം സിനിമാറ്റിക് ഡാൻസും ആൽബം പിടുത്തവും ഒക്കെ ആയിട്ടങ്ങ് കൂടിയതാ. പക്ഷെ നല്ല വീട്ടിലെ കല്യാണാലോചനകൾ വന്നപ്പോ വിദ്യാഭ്യാസം പോരാ, ജോലി പോരാ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുടങ്ങി. അങ്ങനെ അപ്പച്ചന്റെ ബുദ്ധിയാ ഈ എഞ്ചിനീയറിംഗ് പഠിത്തം. ആ ബുദ്ധി എന്താണെന്ന് ഞങ്ങളും കൂടെ അറിയട്ടോ അല്ലേ? ചോദിച്ച കാശ് കൊടുത്ത് സീറ്റ് മേടിച്ചത് എഞ്ചിനീയർ ആവാം എന്നുള്ള അതിമോഹം കൊണ്ടല്ല സാർ, അതിനുള്ള ബുദ്ധിയും ഇല്ല. പിന്നെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ വേണ്ടിയാ. സോറി, നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചല്ല. ഒരു വഴിക്ക് ഞാനങ്ങ് ഒതുങ്ങി കൂടി കഴിഞ്ഞോളാം. ആരും എന്നെ പ്രേമിച്ച് ഉപദ്രവിക്കരുത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ്. നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. പാലക്കാട് കൽപ്പാത്തിയാണ് നാട്. ഗുഡ്. കൽപ്പാത്തി രഥോത്സവത്തിന് ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട്. മ്യൂസീഷ്യൻസിന്റെ നാടല്ലേ പാലക്കാട്. ഫേമസ് പാലക്കാട് മണിയർ, ചെമ്പായി. ഞാനും പെർക്കഷനിൽ 2 കൊല്ലം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സർ. ഏതായിരുന്നു ഇൻസ്ട്രുമെന്റ്? മൃദംഗം. അത്യാവശ്യം കച്ചേരിയും കുട്ടികൾക്ക് ക്ലാസ് എടുപ്പൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഈ കച്ചേരി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നത്? അല്ല സർ, കച്ചേരി മാത്രമല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. എക്സ്ക്യൂസ് മീ, മൃദംഗം വായിക്കുന്നത് ഒന്ന് മോക്ക് ചെയ്യാമോ? മോക്കിയാന്ന് വെച്ചാ അതിപ്പോ ഇവിടെ എങ്ങനെ? എങ്കിലും ലെക്ചർ സ്റ്റാൻഡിൽ ഒന്ന് കൊട്ടടോ. പെരുന്തച്ചൻ കല്ലിലും സംഗീതം ഉണ്ടെന്ന് തെളിയിച്ച ആളാ. ട്രൈ ചെയ്യേ. ആരാടാ ഈ പുതിയ മുഖം? പട്ടയം ശരിയാക്കി തന്നു വെച്ച് അതിന് പറമ്പിന്റെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാ അത് നടക്കില്ല. നമ്മൾ കൊടുക്കും, അതയാൾ വാങ്ങും. ഇല്ലെങ്കിൽ പട്ടയം വേണ്ടെന്ന് വെക്കും, അവന്റെ പണിയും തെറിപ്പിക്കും. പറഞ്ഞൊരു ശിവട്ട അവനോട്. നമസ്കാരം. എന്തായി ജോലി സാറേ? ഒന്നും ആയില്ല. ഇരിക്കെ. മാലിനി 2 ചായ. പഠിച്ച പണി 18ഉം പയറ്റി നോക്കി. ഒരു XMLA എന്ന നിലയ്ക്ക് എനിക്ക് ഉപയോഗിക്കാവുന്ന പ്രഷർ മുഴുവൻ ഞാൻ പ്രയോഗിച്ചു. പക്ഷെ അവൻ അടുക്കുന്നില്ലെന്നേ. ഇനിയിപ്പോ മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. എല്ലാം കൂടെ പെറുക്കിക്കുട്ടി MG റോഡിലും കത്തിക്കുക, അതേ മാർഗുള്ളൂ. കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റ് പണിതിട്ട് അതിന്റെ മുമ്പിൽ കോണാമ്പാല് പോലൊരു കടയും വെച്ചിട്ട് അവന്റെ ഒരു ബാർഗൈനിങ്. 15 ലക്ഷം കൊടുത്താലേ മാറത്തുള്ളൂ എന്ന് അവൻ തീർത്തു പറയുക. ആ സുധിയെ വിളിച്ച് വൈകിട്ട് നേരത്തെ എത്താൻ പറയണം. ജോർജ് സാർ ചായോടി. ആ കക്ഷി കോളേജില് എന്റെ സീനിയർ. കരിമ്പന്മാരിൽ ഇളയവനാ സുധി. 2 എണ്ണത്തിന്റെ മേളിലൊരുത്തനുണ്ട് മഹി. നടുക്കത്തവൻ ഗിരി. ഈ സിറ്റിയിലെ വലിയ ലാൻഡ് മാഫിയ. അബ്കാരി ബിസിനസ് വേറെ. ഹില്ലാടി ടീമുകളാ. അവരുടെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്.
ஜெய், ஐ எம் அட் ஏர்போர்ட். நீ எங்க இருக்க? Sir, any update on the car? Local police search பண்ணிருக்கு, but no helpful leads. Guys, നിങ്ങൾ നേരെ ഇൻഡസ്ട്രിയൽ ഏരിയ പോണം. Search the entire place and keep me informed. Okay? Okay, sir. What's the status? ഈ ഏരിയ മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തു. നത്തിങ് സർ. Go. Check the entire terrain. Go. യെസ് സർ. निकालो जल्दी इधर दे संभाल के भाई लेके आओ. देख के आ जा जल्दी कर जल्दी कर ओके भाई Guys, back to base. I got them. Okay. Okay, sir. Coming Greenwings 414. This is Bangalore HAL Tower. Acknowledge. Bangalore Tower. This is Greenwings 414. Over. It's the maiden